അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതയാത്രയിൽ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ജയകരമായി ജീവിക്കണമെങ്കിൽ വിശ്വാസമെന്ന നങ്കൂരം നാം ഉറപ്പിച്ച് ദൈവകൃപയിൽ ശക്തരായി ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ പൗലോസും കൂടെയുള്ളവരും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവർ അവരുടെ കപ്പൽ 4 നങ്കൂരം ഇട്ട് ഉറപ്പിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നു. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരമിട്ടു. നേരം വെളുക്കുവാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. അതെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് കരകയറണമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി സമയങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ, ഒരു കണ്ണിനും നമ്മോട് ദയ തോന്നാൻ പറ്റാത്ത സമയങ്ങൾ. അപ്രകാരമുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൻ്റെ നങ്കൂരം ഉറപ്പിച്ചുകൊണ്ട് ദൈവശക്തിയിലും ദൈവകൃപയിലും നാം അനുദിനം ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ ജീവിതത്തിൽ അടിച്ചുയരുന്ന ഏത് തിരമാലയെയും, എത്ര വലിയ കാറ്റിനെയും നമുക്ക് വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ജയിക്കാൻ കഴിയും. മർക്കോസ് 4:37 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ചുഴലിക്കാറ്റ് ശക്തമായി അടിച്ചു, ജീവിതത്തെ ചുഴറ്റിയെറിയും വണ്ണം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും വരുത്തി ജീവിതത്തെ തകർത്ത് കളയുന്ന ചുഴലിക്കാറ്റുകൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ കടന്നു വരാം. അത് ചില സമയങ്ങളിൽ രോഗമായിട്ടായിരിക്കാം, കഷ്ടമായിട്ടായിരിക്കാം, സാമ്പത്തിക ബാധ്യതയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മരണമോ മറ്റ് അപകടങ്ങളോ ആയിട്ടായിരിക്കാം. ചുഴറ്റിക്കളയുന്ന, ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ചുഴലിക്കാറ്റുകൾ പലപ്പോഴും നമ്മളുടെ നേരെ കടന്നു വരുവാനിടയുണ്ട്. അതുപോലെ മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഈശാനുമൂലൻ കാറ്റുകൾ. അതെ, നാം പ്രതീക്ഷിക്കുന്നതിന് വിഭിന്നമായി നമ്മെ ലക്ഷ്യത്തിലെത്തിപ്പിക്കാൻ കഴിയാതെ വണ്ണം ഉയർന്നു വരുന്ന തിരമാലകളും ഓളങ്ങളും പ്രതിസന്ധികളും. ഒരുപക്ഷെ നാം ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വണ്ണം അത് നമ്മെ തടഞ്ഞു കളയാനിടയുണ്ട്. എന്നാൽ അപ്രകാരമുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവസന്നിധിയിൽ വിശ്വാസം പുലർത്തി ദൈവകൃപയിൽ ശക്തിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തനും എപ്പോഴും ദൈവസന്നിധിയിൽ ജയം പ്രാപിപ്പാനിടയായിത്തീരും. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അതെ, കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന, സ്ഥിരമനസ്സോടെ ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഏതൊരു ദൈവഭക്തനെയും പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് സ്ഥിരതയോടെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവകൃപയിൽ മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.